ട്രിവാൻഡ്രം ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് പോരുന്ന ട്രെയിനാണ് പോരുന്നത്. അപ്പം അങ്ങനെ വരുമ്പം ആകെപ്പാടെ അവിടെ 11:10 ട്രെയിനുണ്ട്. എഗ്മോറിൽ നിന്ന് ഗുരുവായൂർക്ക് പോകുന്ന ഒരു ട്രെയിനാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വണ്ടിയില്ല. അപ്പം ഞങ്ങൾ പ്രസംഗരൊക്കെ തന്നെ ആ വണ്ടിക്കാണ് പോരുന്നത്. ഒരു പ്രാവശ്യം ഇപ്പോൾ അത് 12:10 ഒരു പ്രാവശ്യം ചെല്ലുന്ന സമയത്ത് ആ വണ്ടി ലേറ്റായി. ഉടനെ അനൗൺസ്മെൻറ്റ് മുടങ്ങി വണ്ടി 2 മണിക്കൂർ ലേറ്റായി. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അടുത്ത അനൗൺസ്മെൻറ്റ് 3 മണിക്കൂർ കഴിഞ്ഞേ വരത്തുള്ളൂ. 11:10 വരേണ്ട വണ്ടി 12:10, 1:10, 2:10 വരത്തുള്ളൂ. 3 മണിക്കൂർ വൈകുമെന്നറിഞ്ഞപ്പോൾ തൊട്ടടുത്തുള്ള കാലിയായി കിടക്കുന്ന കമ്പാർട്ട്മെൻറ്റിലൊക്കെ ആളുകൾ കയറി കിടന്ന് ഉറങ്ങാൻ തുടങ്ങി. കുറച്ച് പേര് അവിടെ ആ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇരുന്ന് ഉറക്കം പിടിച്ചു. ഞാനങ്ങനെ ഉറങ്ങാതെ ഒക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്, പിടിച്ചു നിൽക്കുകയാണ്. ഏതായാലും ഒരു 2:45 കഴിഞ്ഞപ്പോൾ മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒരു അനൗൺസ്മെൻറ്റ് മുടങ്ങി. 1:61:27 എഗ്മോറിൽ നിന്നും ഗുരുവായൂർക്ക് പോകുന്ന ഗുരുവായൂർ എക്സ്പ്രസ് അല്പസമയത്തിനകം 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേരുന്നതാണ്. ഈ അനൗൺസ്മെൻറ്റ് കേട്ട ശേഷം ഞാൻ ഈ ജനങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയപ്പം എല്ലാവരും ചാടി എഴുന്നേറ്റു. ഇനി അടുത്തുള്ള ബന്ധുക്കളൊക്കെ അടുത്ത കമ്പാർട്ട്മെൻറ്റിൽ കയറി കിടന്ന് ഉറങ്ങുക, എഞ്ചിൻ അടിച്ചു കൊണ്ടുപോയ കമ്പാർട്ട്മെൻറ്റിലൊക്കെ. അവിടെ ചെന്ന് അവരെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു. മയങ്ങിക്കിടക്കുന്ന കുട്ടികളെ തലയ്ക്കൊക്കെ ഒന്ന് തട്ടി എഴുന്നേൽപ്പിച്ചു. അവർക്കത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് പിന്നെയും കിടന്നുറങ്ങുമ്പം കിഴുക്കിയാണ് അവർ എഴുന്നേൽപ്പിക്കുന്നത്. പ്ലാറ്റ്ഫോം 3 എന്ന് പെട്ടെന്ന് അവർ നോക്കുന്നു. ഫ്രം എൻജിൻ S9 എവിടെയാണെന്ന് ടിക്കറ്റ് എടുത്ത് നോക്കുന്നു. ആകപ്പാടെ എനിക്കൊരു കാര്യം മനസ്സിലായി, അനൗൺസ്മെൻറ്റ് കൃത്യമായി കേൾക്കാത്തത് കൊണ്ടാണ് ആളുകൾ മയക്കം പിടിച്ചിരിക്കുന്നത്. 35ാമത്തെ കൺവെൻഷൻ്റെ സമാപന രാത്രിയിൽ ഇന്ന് മറ്റൊരു അനൗൺസ്മെൻറ്റ് ഇവിടെ മുഴങ്ങുകയാണ്. മേഘങ്ങളെ വാഹനമാക്കിക്കൊണ്ട് കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ തൻ്റെ സഭയെ ചേർക്കുവാൻ യേശു വരാൻ പോവുകയാണ്. കാലങ്ങളായി മയങ്ങിക്കിടക്കുന്ന പെന്തക്കോസ്തിലെ ദൈവമക്കളെ, കാലങ്ങളായി ഉറക്കം നടിച്ചു കിടക്കുന്ന പ്രിയപ്പെട്ടവരെ, ടിക്കറ്റ് ഒന്ന് കൺഫേം ചെയ്യുക. നിൽക്കുന്ന പ്ലാറ്റ്ഫോം റെഡിയാണോ എന്ന് നോക്കുക. എല്ലാറ്റിലുപരിയായി പ്രത്യാശയോടെ പാട്ടും പാടി കാത്തിരിക്കുക. നിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് നിന്നെ കൊണ്ടുപോകാൻ യേശു വരാറായി. അതുകൊണ്ട് ഒരുങ്ങി ഇരിക്കുക എന്ന ബോഡി ലാംഗ്വേജിനേക്കാൾ നല്ലത് ഒരുങ്ങി നിൽക്കുകയായിരിക്കും നല്ലത്.